ഇംപ്ലാന്റ് വെച്ചാൽ മുഴച്ചിരിക്കുമോ? ശരിക്കും ജെനുവിനായ ഒരു സംശയമാണ്. ആ സംശയത്തിനുള്ള കാരണവുമുണ്ട്. ഇദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം വന്നത്. കാരണം എപ്പോഴും യൂണിഫോം ഇടുമ്പോൾ പാൻസൊക്കെ ഇൻസേർട്ട് ചെയ്ത് നടക്കേണ്ടി വരും. അപ്പോൾ ഇംപ്ലാന്റ് വെച്ചതിന് ശേഷം പെനീസിൻ്റെ ഭാഗത്തൊരു മുഴ കണ്ടു കഴിഞ്ഞാൽ ആകെപ്പാടെ ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് ആൾ ഒരു സ്ഥലത്ത് എവിടെയോ പോയി ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം അവിടുന്ന് ഇംപ്ലാന്റ് വയ്ക്കാനൊക്കെ നിർദ്ദേശിച്ചു എന്നാണ് പറഞ്ഞത്. കേരളത്തിന് പുറത്തു പോയാണ് കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് മുഴച്ചിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനൊരു സംശയം വന്നതുകൊണ്ടാണ് പിന്നീട് ഇവിടെ നമ്മളെ തേടിയെത്തിയത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇംപ്ലാന്റിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. പലതരത്തിലുള്ള ഇംപ്ലാന്റുകൾ ലഭ്യമാണ്. അതിലൊന്ന് വളരെ റിജിഡായിട്ട് ശരിക്കും ഒരു വടി പോലെ തന്നെ ഇരിക്കുന്ന 90 ഡിഗ്രി ആംഗിളിലിരിക്കുന്ന ഒരു ഇംപ്ലാന്റ് പണ്ട് കാലത്തുണ്ടായിരുന്നു. 2006 അതൊരെണ്ണം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ആ പേഷ്യൻ്റെ നിർബന്ധത്തിന് വേണ്ടി ചെയ്തു കൊടുത്തതാണ്. അതിനുശേഷം അങ്ങനെ ഒരു ഇംപ്ലാന്റ് ചെയ്തിട്ടില്ല. സ്ട്രെയിറ്റായിട്ടിരിക്കും. അത് വളച്ചു വയ്ക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. പിന്നെ ഫ്ലെക്സിബിളായിട്ടുള്ള മാലിയബിൾ ഇംപ്ലാന്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണിത് പെടുന്നത്. എങ്കിലും ഒരെണ്ണം വളരെ റിജിഡായിട്ടുള്ളതാണ്. ഇപ്പോൾ കാണുന്നില്ല ആ ഇംപ്ലാന്റ്. അതിനുശേഷം വന്നിട്ടുള്ള ഇംപ്ലാന്റുകൾ കുറേ കൂടെ ഫ്ലെക്സിബിളാണ്. എങ്കിലും ചിലതൊക്കെ അല്പം പൊന്തിയിരിക്കുന്നതുണ്ട്. പക്ഷേ നന്നായിട്ട് ശരീരത്തോട് ചേർത്ത് വളച്ച് വയ്ക്കാവുന്നതുണ്ട്. പുറമേ നോക്കിയാൽ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ പെനീസ് ഉദ്ധരിച്ചിരിക്കുകയാണെന്ന് ആർക്കും തോന്നില്ല. നേരെ ശരീരത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രീതിയിൽ വയ്ക്കാൻ പറ്റുന്ന ഇംപ്ലാന്റുകളുണ്ട്. പിന്നെ പമ്പ് ടൈപ്പ് ഇംപ്ലാന്റുകളുണ്ട്. ഈ പമ്പ് ടൈപ്പ് ഇംപ്ലാന്റുകളാവുമ്പോൾ നമുക്ക് ബലൂൺ വീർപ്പിക്കുന്നത് പോലെ ആവശ്യമുള്ളപ്പോൾ ആ പമ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെനീസ് ഉദ്ധരിച്ചു വരും. ആവശ്യം കഴിഞ്ഞ് അതിനെ ഡീഫ്ലേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അതിനുള്ളിലുള്ള ആ ബലത്തെ ഇല്ലാണ്ടാക്കി അത് ചുരുങ്ങി പ്രശ്നസഞ്ചിയോട് ഒട്ടിപ്പിടിച്ച് തളർന്ന് കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. പിന്നെ മറ്റൊന്ന് തന്നെ ഈ പമ്പ് ടൈപ്പ് തന്നെ 2 ടൈപ്പുണ്ട്. അതിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൈപ്പാണെങ്കിൽ 2 or 3 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, പമ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉദാഹരണം വരും. അത് കഴിഞ്ഞിട്ടൊരു സ്വിച്ചുണ്ട്. ആ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ബലൂണിൻ്റെ കാറ്റ് പോകുന്ന പോലെ ആ പെനീസ് ചുരുങ്ങി യഥാസ്ഥാനത്തേക്ക് വരും. അപ്പോൾ ഇത്തരം ഇംപ്ലാന്റുകളിലൊന്നും മുഴച്ചിരിക്കുന്ന പ്രശ്നമില്ല. അവിടെ ഇംപ്ലാന്റിൻ്റെ ചോയ്സ് ഏതാണെന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഏത് ഇംപ്ലാന്റാണ് ഓരോ വ്യക്തികൾക്കും സ്യൂട്ടബിൾ ആകുക, അവരുടെ സാമ്പത്തിക അവസ്ഥ, അവരുടെ അഫോർഡബിലിറ്റി, അവരുടെ നീഡ്, ഇതെല്ലാം മനസ്സിലാക്കി ഒരാളുടെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും കഴിഞ്ഞിട്ട് വേണം ഇംപ്ലാന്റ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് തന്നെ തീരുമാനിക്കാൻ. ആവശ്യമുണ്ട് എങ്കിൽ ഏത് ടൈപ്പ് വേണം എന്നുള്ളത് പേഷ്യൻസിനോട് വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് കൊടുത്ത് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ് അതിനുള്ള ചിത്രങ്ങളും വീഡിയോയും ഒക്കെ കാണിച്ച് അവരുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച ശേഷം മാത്രമാണ് ഇംപ്ലാന്റ് ചെയ്യേണ്ടത്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഇവിടെ പ്രൊസീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പേഷ്യൻറ്റും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇംപ്ലാന്റിന് വേണ്ടി സമീപിക്കുമ്പോൾ ഇങ്ങനെ എല്ലാ ഫെസിലിറ്റീസുമുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു സെൻറ്ററിൽ തന്നെ പോവുക. മാത്രമല്ല ഇംപ്ലാന്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ പ്രാഗൽഭ്യം, അവരുടെ അനുഭവ പരിചയം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറയും, നിത്യാഭ്യാസി ആനയെടുക്കുമെന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള പഴമൊഴികളുണ്ട്. അതെല്ലാം യഥാർത്ഥമാണ്. അപ്പോൾ ഡെയിലി സ്ഥിരമായിട്ട് ഇത്തരം സർജറികൾ ചെയ്യുന്ന ഡോക്ടേഴ്സ് ആകുമ്പോൾ അവർക്കത് വളരെ ഈസി ആയിട്ട് നല്ല രീതിയിൽ ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇംപ്ലാന്റിന് ഓപ്പറേഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള സെൻറ്റേഴ്സിൽ പോയിട്ട് എല്ലാ വിവരവും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്കത് ആവശ്യമുണ്ട് എന്ന് ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞാൽ മാത്രം ചെയ്യുക. അല്ലാതെ ചാടിക്കയറി ഇംപ്ലാന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇംപ്ലാന്റ് ചോദിച്ചു വരുന്ന ചില കുറേ അധികം പേഷ്യൻസിന് ചിലപ്പോൾ മരുന്നുകൾ മാത്രം മതിയായിരിക്കും.
ചിലർക്ക് മരുന്നുകൾ പോലും ആവശ്യമില്ലാത്ത കേസുകളും അതിനിടയിൽ ഉണ്ടാവാം. അതെല്ലാം നെല്ലും പതിരും വേർതിരിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഇത്തരം ഓപ്പറേഷനുകളിലേക്ക് നീങ്ങാവൂ. കാരണം ഒരിക്കൽ ചെയ്തു വച്ചതിനെ തിരിച്ച് പഴയ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. നന്ദി, നമസ്കാരം.